കർണാടക സംഗീതത്തിൻ്റെ സ്വരബിന്ദുക്കളെ ചുംബിച്ചൊഴുകുന്ന ഈണങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ജി ദേവരാജൻ മാസ്റ്റർക്കുള്ള സ്മരണാഞ്ജലിയാണ് ഗ്രാമീണം പാട്ടിൻ്റെ വഴിയുടെ 9-ാം ലക്കം. ഇത് 2 ഭാഗങ്ങളായാണ് അവതരിപ്പിക്കുന്നത്. കൊല്ലം ജില്ലയിലെ 2 തീരദേശ ഗ്രാമങ്ങൾ ചവറയും പരവൂരും. ഈ 2 ഗ്രാമങ്ങളിൽ ജീവിച്ച 2 ചെറുപ്പക്കാർ അവർ അവരുടെ കലാജീവിതത്തിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ വളർച്ചയ്ക്ക് പരസ്പര പൂരകങ്ങളായി. ഒരാൾ സംഗീത സംവിധായകൻ എന്നുള്ള നിലയിലും മറ്റേയാൾ ഗാന രചയിതാവ് എന്ന നിലയിലും. ജി ദേവരാജനും ONV കുറുപ്പും. ജി ദേവരാജൻ തൻ്റെ കോളേജ് പഠനം നിവർത്തിച്ചത് തിരുവനന്തപുരത്താണ്. പ്രീ യൂണിവേഴ്സിറ്റി കോളേജിലും ഡിഗ്രിക്ക് MG കോളേജിലും. ONV ആകട്ടെ പ്രീ യൂണിവേഴ്സിറ്റി കോളേജിലും ഡിഗ്രി SN കോളേജിലും വീണ്ടും PG യൂണിവേഴ്സിറ്റി കോളേജിലും ആയിരുന്നു. മാത്രമല്ല ONVയുടെ സീനിയറായിട്ട് പഠിച്ച ആളാണ് ദേവരാജൻ. ONV SN കോളേജിൽ പഠിക്കുന്ന സമയത്ത് പല ദിവസങ്ങളിലും ONVയുടെ മുറിയിലേക്ക് വരാറുണ്ടായിരുന്ന ദേവരാജൻ അവിടെ ONVയുടെയോ അല്ലെങ്കിൽ ചങ്ങമ്പുഴയുടെയൊക്കെ പാട്ടുകൾ അതിന് ഈണമിട്ട് അവരുടെ സൗഹൃദ സദസ്സിൽ പാടിക്കേൾപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം വരുമ്പോൾ കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന കേരളം എന്ന പത്രത്തിൻ്റെ അതിൻ്റെ വാരാന്ത്യ പതിപ്പിൽ ONVയുടെ ഒരു ഗാനം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഗാനത്തിൻ്റെ പേര് ഇരുളിൽ നിന്ന് ഒരു ഗാനം എന്നായിരുന്നു. ആ ഗാനം പിന്നീട് വളരെയധികം ശ്രദ്ധ നേടിയ ഒരു ഗാനമാണ്. രചനയിലെ സംസ്കൃതിയും സംഗീതകാരൻ്റെ ക്ലാസിക്കൽ രാഗത്തിലുള്ള അവബോധവും ചേർന്ന് വളരെ ശ്രദ്ധേയമായ ഒരു ഗാനം. പണിയാളൻ്റെ പായാരവും പ്രണയത്തിൻ്റെ ആധാര ശ്രുതിയും ചേർന്ന ആ ഗാനം പിന്നീട് KPSCയുടെ 2ാമത് നാടകമായ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിൽ ഉൾച്ചേർത്തതോടെ അത് മലയാളി നെഞ്ചിലേറ്റിയ ഒരു ഗാനമായി തീർന്നു. ആ ഗാനം നമുക്ക് വേണ്ടി പാടുന്നത് സുനീഷ് സുഗതനാണ്. പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ. പൊന്നരിവാ അമ്പിളിയില് കണ്ണെറിയുന്നോളെ പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തണലിൽ പാടി നിൽക്കുന്നോളെ. പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തണലിൽ പാടി നിൽക്കുന്നോളെ പാടി നിൽക്കുന്നോളെ. പുൽക്കുടിലിൻ പുൽക്കതിരാം കൊച്ചുറാണിയാളെ കൺകുളിരെ നിനക്കു വേണ്ടി നമ്മളൊന്നു പാടാം നമ്മളൊന്നു പാടാം. ഓണനില പാലലകൾ ഓടി വരും നേരം എന്തിനാണ് നിൻ കരള് നൊന്തുപോണൻ കള്ളി എൻ കരളേ കൺകുളിരേ എൻ കരളേ കൺകുളിരേ എൻ കരളേ കൺകുളിരേ.
നിന്നെയോർത്തു തന്നെ പാടുകയാണെൻ കരൾ, പോരാടുമെൻ കരങ്ങൾ, പോരാടുമെൻ കരങ്ങൾ. പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ പാടി നിൽക്കുന്നോളെ, പാടി നിൽക്കുന്നോളെ. ഒത്തുനിന്നീ പൂനിലാവും നെൽക്കതിരും കൊയ്യാൻ, തോളൊടു തോളൊത്തു ചേർന്നു വാളുയർത്താൻ തന്നെ. പോരുമോ നീ, പോരുമോ നീ, പോരുമോ നീ, പോരുമോ നീ, നേരു നേടും പോരിൻ എൻ കരളിൻ പൊൽക്കുളിരെ നിന്നെയോർത്തു പാടും പാട്ടുകാരൻ നാളെയുടെ കാട്ടുകാരനല്ലോ, കാട്ടുകാരനല്ലോ. പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ പാടി നിൽക്കുന്നോളെ, പാടി നിൽക്കുന്നോളെ. പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ പാടി നിൽക്കുന്നോളെ, പാടി നിൽക്കുന്നോളെ. താങ്ക് യു സുനീഷ് ജി. ഈ ഗാനം KPSCയുടെ നാടകത്തിൽ വരുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഒരു പൊതുയോഗത്തിൽ ഈ ഗാനം ആലപിച്ചതിനെക്കുറിച്ച് ദേവരാജനും അതുപോലെ തന്നെ ONVയും അനുസ്മരിച്ചിട്ടുണ്ട്. അത് AKG പങ്കെടുത്ത ഒരു യോഗത്തിലായിരുന്നു, കൊല്ലം SN കോളേജിലെ വിദ്യാർത്ഥികളുടെ. അതൊരു രഹസ്യയോഗമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് AKGക്ക് കൊല്ലത്ത് പ്രവേശിക്കുന്നതിനുള്ള വിലക്കുകളുണ്ടായിരുന്നു. അതിനെ അതിജീവിച്ചുകൊണ്ട് നടന്നൊരു യോഗമാണ്. അതിൽ ആ യോഗത്തിൽ ദേവരാജൻ ഈ പാട്ട് ആലപിച്ചു കഴിഞ്ഞപ്പോൾ AKG തന്നെ ഇത് ഒരിക്കൽ കൂടി പാടാൻ ആവശ്യപ്പെടുകയും അതിനുശേഷം അദ്ദേഹത്തിന് അർപ്പിക്കപ്പെട്ട ഹാരങ്ങളിലൊന്നെടുത്ത് ദേവരാജന് അണിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്തതിനെക്കുറിച്ച് ഇവർ രണ്ടുപേരും അനുസ്മരിച്ചിട്ടുണ്ട്. ദേവരാജൻ ജനിച്ചത് പരവൂരിൽ കോട്ടപ്പുറം എന്ന സ്ഥലത്ത് ആണ് അദ്ദേഹം ജനിച്ചത്. 1113 കന്നിമാസം 11, ഇംഗ്ലീഷ് മാസം 1927 സെപ്റ്റംബർ 27. ആ കാലഘട്ടത്തിൽ വളരെ അറിയപ്പെട്ടിരുന്ന ഒരു മൃദംഗ വിദ്വാനായ N. കൊച്ചുഗോവിന്ദനാശാനാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. അമ്മ കൊച്ചുകുഞ്ഞ്. കൊച്ചുഗോവിന്ദനാശാൻ സംഗീതം പഠിക്കുന്നത് KR കുഞ്ഞുണ്ണിത്താനിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഗുരുവിൻ്റെ തന്നെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് പിന്നെ അദ്ദേഹം തമിഴ്നാട്ടിൽ പോയിട്ട് പുതുക്കോട്ട ദക്ഷിണാമൂർത്തി പിള്ളയിൽ നിന്ന് മൃദംഗം അഭ്യസിക്കുന്നത്. ദേവരാജനെ സംബന്ധിച്ചിടത്തോളം ദേവരാജൻ്റെ സംഗീതത്തിലെ ഗുരു എന്ന് പറയുന്നത് ആദ്യമായും അവസാനമായും അത് പിതാവ് തന്നെയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം സംഗീത കച്ചേരികൾക്ക് പോകുമ്പോൾ മകനെ കൂടി, കൊച്ച് ദേവരാജനെ കൂടി, എന്ന് പറഞ്ഞാൽ ഏകദേശം 3 വയസ്സുള്ളപ്പോൾ മുതൽ കച്ചേരിക്ക് പോകുമ്പോൾ അദ്ദേഹം മകനെ കൂട്ടിയിരുന്നു എന്നാണ് പറയുക. അതുപോലെ തന്നെ വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ പാട്ടുകളെ ചിട്ടപ്പെടുത്താനുള്ള ഒരു കഴിവ് ആ കുട്ടിക്കുണ്ടായിരുന്നു. ദേവരാജൻ 5ാം ക്ലാസ് വരെ വീട്ടിലിരുന്നാണ് പഠിച്ചത്. അന്നത്തെ രീതി അനുസരിച്ച് പ്രിപ്പറേറ്ററി, ഇന്നത്തെ നമ്മുടെ 5ാം ക്ലാസ്സിനെ പ്രിപ്പറേറ്ററി ക്ലാസ് എന്നാണ് പറയുക. ആ ക്ലാസ്സിൽ ഒരു പ്രവേശന പരീക്ഷ എഴുതിക്കൊണ്ട് പിന്നെ സ്കൂളിൽ തുറന്ന് പഠിക്കാൻ പറ്റും. പ്രിപ്പറേറ്ററി ക്ലാസ് എന്നത് രീതി 6ാം ക്ലാസ് ഫസ്റ്റ് ഫോം, 7 സെക്കൻഡ് ഫോം, ഈ ഒരു രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് 2ാം ക്ലാസ്സിൽ അദ്ദേഹം സ്കൂളിൽ ചേർന്നാണ് പഠിച്ചത്. അങ്ങനെ ആ ഒരു അവസരത്തിൽ ഒരു അധ്യാപകൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ കൊച്ചുഗോവിന്ദനാശാൻ്റെ മകനല്ലേ, നീ ഒരു പാട്ട് പാട് എന്ന് പറഞ്ഞു. അപ്പോൾ പഠിക്കാനുണ്ടായിരുന്ന 2ാം ക്ലാസ്സിൽ, അന്നത്തെ 2ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്ന, നമ്മളൊക്കെ തന്നെ പഠിച്ചിട്ടുള്ള ഉള്ളൂരിൻ്റെ ഒരു കുട്ടിക്കവിതയില്ലേ, കാക്കയെ കാക്കയെ കൂടെ വിടെ, ആ കവിതയാണ് ദേവരാജൻ, അന്ന് അദ്ദേഹത്തിന് 6-7 വയസ്സ് മാത്രമാണ് പ്രായം.
പക്ഷേ ഈ പാട്ട് പാടുമ്പോൾ ആ അധ്യാപകൻ വളരെ അതിശയത്തോടു കൂടിയാണ് കേട്ടു നിന്നത്. കാരണം അന്നുവരെ ആരും പാടി കേട്ടിട്ടില്ലാത്ത ഒരു ഈണത്തിലാണ് ഈ കൊച്ചുകുട്ടി ആ പാട്ട് പാടിയത്. ആ അധ്യാപകൻ ആ ശിഷ്യനെ ആശീർവദിച്ചു. പിന്നീട് മലയാള സിനിമയിൽ നാദബ്രഹ്മത്തിൻ്റെ സാഗരം തീർക്കാൻ പോകുന്ന ഒരു കുട്ടിയാണ് അത് എന്ന് ആ അധ്യാപകൻ അന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. നമുക്ക് വീണ്ടും ദേവരാജൻ മാസ്റ്ററുടെ മനോഹരമായ ഒരു ഗാനത്തിലേക്ക് വരാം. മയിലാടുംകുന്ന് എന്ന ചിത്രത്തിന് വേണ്ടി അദ്ദേഹം ചിട്ടപ്പെടുത്തിയൊരു ഗാനമാണിത്. അത് നമുക്ക് വേണ്ടി പാടുന്നത്, ആ മനോഹര ഗാനം അതിൻ്റെ മനോഹാരിത ഒട്ടും ചോർന്നു പോകാതെ തന്നെ നമുക്ക് വേണ്ടി പാടുന്നത് നമ്മുടെ ഗ്രാമീണത്തിൻ്റെ ഒരു പ്രൊഫഷണൽ സിംഗർ എന്ന് നമുക്ക് പറയാവുന്ന ജയദീഷ് സാറാണ്. സന്ധ്യമയങ്ങും നേരം, ഗ്രാമചന്ത പിരിയുന്ന നേരം, ബന്ധുരേ രാഗബന്ധുരേ നീ എന്തിനീ വഴി വന്നു, എനിക്കെന്തു നൽകാൻ വന്നു. ഓ സന്ധ്യമയങ്ങും നേരം, കാട്ടുതാറാവുകൾ ഇണകളെ തിരയും കായലിനരികിലൂടെ, കടത്തു തോണികളിൽ ആളെ കയറ്റും കല്ലൊതുക്കുകളിലൂടെ, തനിച്ചു വരും കാരുണ്യമേ എനിക്കുള്ള പ്രതിഫലമാണോ നിന്റെ നാണം, നിന്റെ നാണം. സന്ധ്യമയങ്ങും നേരം, കാക്ക ചേക്കേറും കിളിമരത്തണലിൽ കാതരമിഴികളോടെ, മനസ്സിനുള്ളിൽ ഒളിച്ചു പിടിക്കും സ്വപ്നരത്നഖനിയോടെ, ഒരുങ്ങി വരും സൗന്ദര്യമേ എനിക്കുള്ള മറുപടിയാണോ നിന്റെ മൗനം, നിന്റെ മൗനം. സന്ധ്യമയങ്ങും നേരം, ഗ്രാമചന്ത പിരിയുന്ന നേരം, ബന്ധുരേ രാഗബന്ധുരേ നീ എന്തിനീ വഴി വന്നു, എനിക്കെന്തു നൽകാൻ വന്നു. ഓ സന്ധ്യമയങ്ങും നേരം. താങ്ക് യു ജയദീഷ് സാർ. നാടകരംഗത്തേക്കും ഉള്ള അരങ്ങേറ്റം ദേവരാജൻ മാസ്റ്ററും ONVയും ഒരുമിച്ച് തന്നെയായിരുന്നു. KPSCയുടെ ആദ്യ നാടകം എൻ്റെ മകനാണ് ശരി എന്ന നാടകത്തിനു വേണ്ടി രണ്ടുപേരും അതിനോട് ചേർന്ന് പോകാൻ തയ്യാറായതാണ്. പക്ഷേ അന്ന് അതിൻ്റെ സംഘാടകർ, KPSCയുടെ സംഘാടകരിൽ ഒരാളായിട്ടുള്ള അഡ്വക്കേറ്റ് പുനലൂർ രാജശേഖരൻ നായരും ദേവരാജനും തമ്മിലുണ്ടായ ചെറിയൊരു അസ്വാരസ്യം മൂലം അത് കഴിഞ്ഞില്ല. എന്നാൽ KPSCയുടെ ചരിത്രം സൃഷ്ടിച്ച രണ്ടാമത് നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ആ നാടകത്തിൽ സംഗീത വിഭാഗം കൈകാര്യം ചെയ്യേണ്ടത് ONVയും ദേവരാജനുമാണ് എന്ന ഉറച്ച ഒരു തീരുമാനത്തിലേക്ക് KPSCയുടെ സംഘാടകരിൽ പ്രധാനിയായിട്ടുള്ള കേശവൻ പോറ്റി സാറ് എത്തിയിരുന്നു.
അവരുടെ നാടകത്തിലെ അരങ്ങേറ്റം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിലാണ്. ഒരർത്ഥത്തിൽ മലയാള നാടക സംഗീത ശാഖയ്ക്ക് ഒരു പുതിയ മാനം കൈവരികയായിരുന്നു. പുതിയൊരു നാടക ഗാന സംസ്കാരം അവിടെ പിറവിയെടുക്കുകയായിരുന്നു. KPSCയുടെ ആദ്യ നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി മുതലുള്ള 3 നാടകങ്ങൾ. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, മുടിയനായ പുത്രൻ, സർവേക്കല്ല്. ഈ 3 നാടകങ്ങളുടെയും സംഗീത വിഭാഗം കൈകാര്യം ചെയ്തത് ONV ദേവരാജൻ ടീമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പൊന്നരിവാൾ അമ്പിളിയിൽ കൂടാതെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിലെ വെള്ളാരംകുന്നിലെ പൊന്മുള്ളൻകാട്ടിലെ, അതുപോലെ തന്നെ മുടിയനായ പുത്രനിലെ അവതരണ ഗാനമായി വന്ന തുഞ്ചൻ പറമ്പിലത്തത്തെ എന്ന് തുടങ്ങുന്ന ഗാനം, അതിൽ തന്നെ ചില്ലുമുളം കാടുകളിൽ ലല്ലലരം പാടി വരും എന്നുള്ള ഗാനം, അതുപോലെ സർവേക്കല്ലിലെ മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ, ഈ പാട്ടുകളൊക്കെ, അതുപോലെ തന്നെ അതിൽ KPSC സുലോചന പാടിയ ചിപ്പുകിലിക്കണ്ട ചങ്ങാതി, ഈ പാട്ടുകളൊക്കെ മലയാളത്തെ സംബന്ധിച്ച്, മലയാള നാടകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മാനം നൽകിയ ഗാനങ്ങളായിരുന്നു. സർവേക്കല്ല് കഴിയുമ്പോഴേക്ക് വീണ്ടും KPSCയുടെ സംഘാടകരിൽ ചിലരും ദേവരാജനുമായി വീണ്ടും ചില അസ്വാരസ്യങ്ങളുണ്ടാവുകയും ദേവരാജൻ KPSCയുടെ പടിയിറങ്ങുകയും ചെയ്തു, ഒപ്പം ONVയും. ആ സമയത്ത് തന്നെയാണ് KPSCയുടെ സെക്രട്ടറി കൂടിയായിരുന്ന O. മാധവനും അദ്ദേഹത്തിൻ്റെ ഭാര്യ വിജയകുമാരിയും KPSC വിടുന്നത്. അത് കൊല്ലത്ത് പുതിയ ഒരു നാടകവേദിയുടെ ഉദയം കുറിച്ചു. അതാണ് കാളിദാസ കലാകേന്ദ്രം. O. മാധവൻ സെക്രട്ടറിയും G. ദേവരാജൻ പ്രസിഡൻറ്റുമായിട്ടാണ് ആ സമിതി രൂപം കൊള്ളുന്നത്. G. ദേവരാജനെ സംബന്ധിച്ച് KPSCക്ക് വേണ്ടി ഒരുക്കിയ ഗാനങ്ങളെക്കാൾ മികച്ച ഗാനങ്ങൾ ഒരുക്കണം എന്ന ഒരാഗ്രഹത്തോടെയാണ് കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ നാടകങ്ങളെ, അതിലെ ഗാനങ്ങളെ ചിട്ടപ്പെടുത്തിയത്. കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ആദ്യ നാടകം വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ ഡോക്ടർ എന്ന നാടകമാണ്. അതിൻ്റെ അവതരണ ഗാനം തന്നെ നമുക്കറിയാം, തികച്ചും വ്യത്യസ്തമായ. അതിനുശേഷമുള്ള എല്ലാ കാലഘട്ടത്തിലും കാളിദാസ കലാകേന്ദ്രം അവരുടെ നാടകങ്ങളുടെ അവതരണ ഗാനമായി ഉപയോഗിച്ചത് ആ ഗാനം തന്നെയായിരുന്നു. വരിക ഗന്ധർവ ഗായക വീണ്ടും. അതിൻ്റെ ഗീതം ആണ് അവിടെ തുടങ്ങുന്നത്. ശരിക്കും നമുക്കറിയാം, അത് തുടങ്ങുന്നത്, ആ നാടകഗാനം തുടങ്ങുന്നത് ഒരു വിരുദ്ധത്തിലാണ്. കാലം കൈകളിലേറ്റുവാങ്ങിയ കലാലാവണ്യമേ എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. അതിനുശേഷം കാളിദാസ കലാകേന്ദ്രത്തിന് വേണ്ടി അവർ ഈ ടീം ചിട്ടപ്പെടുത്തിയ എല്ലാ ഗാനങ്ങളും വളരെയധികം ശ്രദ്ധേയമായി. അതുപോലെ തന്നെ അതിലെ ഈ ഡോക്ടർ എന്ന് പറയുന്ന നാടകത്തിലെ ഒരു പ്രസിദ്ധമായൊരു ഗാനമുണ്ട്. വെണ്ണിലാച്ചോലയിലെ വെണ്ണക്കൽ പടവിങ്കൽ മൺകുടമേന്തിയൊരു പെണ്ണു വന്നു. ആ പാട്ടുപാടി ചിലങ്കയണിഞ്ഞ് നൃത്തം വെച്ച് രംഗത്തേക്ക് വന്ന ആ നടി പിന്നീട് ദേവരാജൻ്റെ ജീവിതസഖിയായി. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് മറ്റൊരു ഗാനത്തിലേക്ക് പോകാം. കരുണ എന്ന ചിത്രത്തിന് വേണ്ടി ONV എഴുതി ദേവരാജൻ ചിട്ടപ്പെടുത്തിയ എന്തിനി ചിലങ്കകൾ എന്തിനി കൈവളകൾ, ഈ ഗാനം നമുക്ക് വേണ്ടി പാടുന്നത് പ്രവിതയാണ്. എന്തിനി ചിലങ്കകൾ എന്തിനി കൈവളകൾ എൻ പ്രിയ എന്നരികിൽ വരില്ല എങ്കിൽ. എന്തിനി ചിലങ്കകൾ എന്തിനി കൈവളകൾ എൻ പ്രിയ എന്നരികിൽ വരില്ല എങ്കിൽ. വാസന്ത പുഷ്പങ്ങളിൽ വണ്ടുകൾ മയങ്ങുമ്പോൾ വാസര സ്വപ്നമൊന്നിൽ മുഴുകിപ്പോയി ഞാൻ.
വസന്തപുഷ്പങ്ങളിൽ വണ്ടുകൾ മയങ്ങുമ്പോൾ വാസര സ്വപ്നമൊന്നിൽ മുഴുകിപ്പോയി ഞാൻ. വാസന തൈലം പൂശി വാർമുടി കോതി വയ്ക്കാൻ വാലിട്ടു കണ്ണെഴുതാൻ മറന്നുപോ ഞാൻ. വാസന തൈലം പൂശി വാർമുടി കോതി വയ്ക്കാൻ വാലിട്ടു കണ്ണെഴുതാൻ മറന്നുപോയി ഞാൻ. ആഹാ മറന്നുപോയി ഞാൻ. എന്തിനി ചിലങ്കകൾ, എന്തിനി കൈവളകൾ, എൻ പ്രിയൻ എന്നരികിൽ വരില്ല എങ്കിൽ. ആയിരമുഷസ്സുകൾ ഒന്നിച്ചുദിച്ചു നിൽക്കേ ആ മുഖമരികിൽ ഞാനെന്നു കാണും. ആയിരമുഷസ്സുകൾ ഒന്നിച്ചുദിച്ചു നിൽക്കേ ആ മുഖമരികിൽ ഞാനെന്നു കാണും. താഴെ തൊഴുതു നിൽക്കും താമരപ്പൂവാണു ഞാൻ, താലോലിച്ചെന്നെ നാഥൻ തഴുകില്ലേ. താഴെ തൊഴുതു നിൽക്കും താമരപ്പൂവാണു ഞാൻ, താലോലിച്ചെന്നെ നാഥൻ തഴുകില്ലേ. നാഥൻ തഴുകില്ലേ. എന്തിനി ചിലങ്കകൾ, എന്തിനി കൈവളകൾ, എൻ പ്രിയൻ എന്നരികിൽ വരില്ല എങ്കിൽ. താങ്ക് യു പ്രവിത. ഡോക്ടർ നാടകത്തിൻ്റെ ആ കാലഘട്ടത്തിൽ തന്നെ ലീലാമണിയെ സംബന്ധിച്ചിടത്തോളം ദേവരാജനോട് ഒരു ആരാധന ഉണ്ടായിരുന്നു. അവരുടെ തന്നെ വാക്കുകളിൽ പ്രിൻസിപ്പിൾസൊക്കെയുള്ള ഒരു മനുഷ്യൻ എന്നാണ് അവർ പറഞ്ഞത്. കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ രണ്ടാമത് നാടകം ജനനി ജന്മഭൂമിയുടെ ആ കാലഘട്ടത്തിലാണ് അവർ തമ്മിൽ അടുക്കുന്നത്. പൊതുവെ പരുക്കനും ഒരു സ്ത്രീ വിദ്വേഷി എന്ന തരത്തിൽ തോന്നിയിരുന്ന ദേവരാജ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ലീലാമണിയുടെ കാര്യത്തിൽ പലപ്പോഴും ഫേവർ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം അന്ന് ക്യാമ്പിലുണ്ടായിരുന്നു. ആ സമയത്താണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുന്നൊരു ഘട്ടത്തിലാണ് കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ഒരു ബോംബെ പര്യടനം, ഈ നാടകങ്ങളുമായിട്ടുള്ള ഒരു ബോംബെ പര്യടനം വരുന്നത്. ആ സമയത്ത് സംഘടനയുടെ നാടക ട്രൂപ്പിൻ്റെ പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള ദേവരാജൻ മാസ്റ്റർ ഉണ്ടാകുമോ എന്നറിയാനുള്ളൊരു ആകാംക്ഷ ലീലാമണിക്കുണ്ടായിരുന്നു. അത് ലീലാമണി അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ദേവരാജൻ മാസ്റ്റർ പറഞ്ഞ മറുപടി, ഇഷ്ടമുള്ളവർ പോകുമ്പോൾ എങ്ങനെയാണ് കൂടെ വരാതിരിക്കാൻ കഴിയുക എന്നാണ്. അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറക്കുന്നത് ആ ഒരു സംഭാഷണത്തിലാണ്. അധികം വൈകാതെ തന്നെ ഒ മാധവനും സുഹൃത്തുക്കളും ചേർന്നിട്ട് ഔപചാരികമായിട്ട് തന്നെ വിവാഹ ആലോചനയുമായിട്ട് ലീലാമണിയുടെ വീട്ടിലെത്തുന്നു. ലീലാമണിയുടെ പിതാവ് അദ്ദേഹം വളരെ താല്പര്യത്തോടെ തന്നെയാണ് ഈ ഒരു ആലോചനയെ കണ്ടത്. രണ്ട് വ്യത്യസ്ത സമുദായങ്ങളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ദേവരാജൻ മാസ്റ്ററെ ഇഷ്ടമായിരുന്നു. ദേവരാജൻ മാസ്റ്ററെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, കഴിവുള്ള ഈ മനുഷ്യൻ എവിടെ പോയാലും ജീവിക്കും എന്നാണ് ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് ഈ ആലോചനയുമായിട്ട് ചെന്നപ്പോൾ ഒ മാധവനോടൊക്കെ ലീലാമണിയുടെ പിതാവ് പറഞ്ഞത്. 1963 ഡിസംബർ 1 കൊല്ലം ശാരദാമഠത്തിൽ വെച്ചായിരുന്നു അവരുടെ വിവാഹം. വളരെ കുറച്ചു പേർ മാത്രം ഉണ്ടായിരുന്ന വളരെ അനാർഭാടമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി വെള്ള ഒരു കോട്ടൺ സാരിയാണ് വധു ഉടുത്തത്. കയ്യിൽ കുപ്പിവളകൾ, മുടിയിൽ പൂ പോലും ചൂടിയില്ല. അതിൽ അമ്മയ്ക്ക് പരിഭവം ഉണ്ടായിരുന്നു എന്നും ലീലാമണി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഒരു വളരെ സന്തുഷ്ടമായ ഒരു
ദാമ്പത്യ ജീവിതത്തിലേക്ക് ആ ബന്ധം നീണ്ടു എന്ന് മാത്രമല്ല, ദേവരാജൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ അധികം അദ്ദേഹത്തിൻ്റെ ആ കടമകൾ നിറവേറ്റുന്നതിലൊക്കെ വളരെയധികം അദ്ദേഹം ഒരു പരുക്കനായിട്ടുള്ള ഒരാൾ എന്നൊക്കെ പൊതുവേ പറയുമെങ്കിലും അതിലൊക്കെ അദ്ദേഹം പല ഘട്ടങ്ങളിലും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ലീലാമണി തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് 3 സഹോദരൻ, അവരുടെ താഴെ 3 സഹോദരിമാരാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ്റെ മരണശേഷം അച്ഛൻ്റെ സ്ഥാനത്ത് അവർക്ക് ഒരു ചേട്ടന് കിട്ടി എന്നാണ് ദേവരാജൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ലീലാമണി പിന്നെ പറഞ്ഞിട്ടുള്ളത്. വീണ്ടും നമുക്കൊരു ഗാനത്തിലേക്ക് പോകാം. ഈ ഗാനം നമുക്ക് വേണ്ടി പാടുന്നത് അനന്തുവാണ്. പുലരിപ്പൂ മഞ്ഞു തുള്ളിയിൽ എന്ന കവാലത്തിൻ്റെ രചന. ആ ഗാനത്തിലേക്ക് പോയിട്ട് നമുക്ക് മടങ്ങി വരാം. പുലരിത്തൂ മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു. പുലരിത്തൂ മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു. മണ്ണിന്നീറൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി, മണ്ണിന്നീറൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി, വെയിലിൻ കയ്യിൽ അഴകോലും വർണ്ണചിത്രങ്ങൾ മാഞ്ഞു വർണ്ണചിത്രങ്ങൾ മാഞ്ഞു. പുലരിത്തൂ മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു. കത്തിത്തീർന്ന പകലിൻ്റെ പൊട്ടും പൊടിയും ചാർത്തി, കത്തിത്തീർന്ന പകലിൻ്റെ പൊട്ടും പൊടിയും ചാർത്തി, ദുഃഖസ്മൃതികളിൽ നിന്നല്ലോ പുലരി പിറക്കുന്നു വീണ്ടും പുലരി പിറക്കുന്നു വീണ്ടും. പുലരിത്തൂ മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു. താങ്ക് യു അനന്തു. നാടകത്തിലെ പോലെ തന്നെ സിനിമയിലേക്കും ദേവരാജൻ്റെ പ്രവേശം ONV തന്നെയായിരുന്നു. ആദ്യമായി ദേവരാജൻ ഒരു സിനിമയ്ക്ക് വേണ്ടി സംഗീതമൊരുക്കിയത് 1955 കാലം മാറുന്നു എന്ന ചിത്രത്തിൽ. ആ ചിത്രത്തിൽ ONV അദ്ദേഹം ചെയ്ത ഗാനങ്ങൾ പലതും വളരെയധികം ശ്രദ്ധേയമാണ്. അതിൽ നമ്മൾ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു പാട്ടാണ് ആ മലർ പൊയ്കയിൽ ആടിക്കളിക്കുന്നൊരോമനത്താമരപ്പൂവേ. അതുപോലെ തന്നെ അമ്പിളി മുത്തച്ഛൻ പിച്ച നടത്തുന്ന നക്ഷത്ര കുഞ്ഞുങ്ങളെ. ഈ ഗാനങ്ങളൊക്കെ ആദ്യ സിനിമയിൽ, ദേവരാജൻ്റെ ആദ്യ സിനിമയിലെ ഗാനങ്ങളാണ്. ആ ചിത്രം നിർമ്മിച്ചത് സ്വാമീസ് നാരായണൻ എന്നും പിന്നീട് കൈലാസ് നാരായണൻ എന്നറിയപ്പെട്ട ഒരു നിർമ്മാതാവാണ്.
ആ നിർമ്മാതാവിനോട് തനിക്ക് ആദ്യമായി ഒരു സിനിമയിൽ അവസരം തന്ന ആ നിർമ്മാതാവിനോടുള്ള നന്ദി ജീവിതത്തിലുടനീളം ദേവരാജൻ സൂക്ഷിച്ചിരുന്നു. ദേവരാജൻ്റെ ആൽബത്തിലെ ആദ്യ പേജിൽ ഒട്ടിച്ചിരിക്കുന്ന ചിത്രം കൈലാസ് നാരായണൻ്റേതാണ് എന്ന് മാത്രമല്ല, മലയാള സിനിമയുടെ 50-ാം വാർഷികം ആഘോഷിച്ച സമയത്ത് കൊല്ലത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ഉപഹാരവുമായി ദേവരാജൻ പോയി. പക്ഷെ അന്നത് സ്വീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ, കൈലാസ് നാരായണൻ്റെ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും തൻ്റെ ആദ്യ നിർമ്മാതാവിനോടുള്ള ആ കരുതൽ എന്നും ദേവരാജൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ONV-യുമൊത്ത് 14 ചിത്രങ്ങളിലാണ് ദേവരാജൻ ഒരുമിച്ചിട്ടുള്ളത്. ONV ആയിരുന്നു. ഈ ഒരു നീണ്ട കാലയളവിനുള്ളിൽ 13 വർഷത്തോളം ഇവർ പിണങ്ങിയിരുന്ന, പരസ്പരം സംസാരിക്കാഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ മൗനം ഉടയുന്നത് JC സംവിധാനം ചെയ്ത നീ എത്ര ധന്യ എന്ന ചിത്രത്തിലാണ്. ആ ചിത്രത്തിന് വേണ്ടി ONV എഴുതി ദേവരാജൻ സംഗീതം നൽകിയ എല്ലാ ഗാനങ്ങളും വളരെ ശ്രദ്ധേയമായിരുന്നു. എങ്കിലും അതിൽ എടുത്തു പറയേണ്ട ഒരു ഗാനം അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഗാനമാണ്. അതിനെക്കുറിച്ച് ONV പറഞ്ഞത് സിനിമയുടെ ഫ്രെയിമിന് പുറത്തേക്ക് പോയ ഒരു ഗാനമെന്നാണ്. ഒപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അതിൽ ഒരു കവിത എഴുതുന്ന സംതൃപ്തി എനിക്ക് തന്ന ഒരു ഗാനമുണ്ട്. പക്ഷെ അത് അധികമാരും പാടി കേട്ടിട്ടില്ല എന്നൊരു പരിഭവം അദ്ദേഹം പറഞ്ഞു. ആ ഗാനം ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനയൊരു പൂവിൻ്റെ ജന്മം കൊതിച്ചു എന്ന ഗാനമാണ്. ആ ഗാനം നമുക്ക് വേണ്ടി പാടുന്നത് ശൈല താഹയാണ്. നമുക്ക് ആ ഗാനം ഒന്ന് കേൾക്കാം. ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനയൊരു പൂവിൻ്റെ ജന്മം കൊതിച്ചു, ഒരുവരും അറിയാതെ വന്നു മണ്ണിൽ ഒരു നിശാഗന്ധിയായി കൺ തുറന്നു. ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനയൊരു പൂവിൻ്റെ ജന്മം കൊതിച്ചു, ഒരുവരും അറിയാതെ വന്നു മണ്ണിൽ ഒരു നിശാഗന്ധിയായി കൺ തുറന്നു. സുസ്മിതയായവൾ വന്നു മൂകനിഷ്പന്ദ ഗന്ധർവഗീതമുറഞ്ഞൊരു ശില്പത്തിൻ തൽപ്പന്തമായി വിടർന്നു. സുസ്മിതയായവൾ വന്നു മൂകനിഷ്പന്ദ ഗന്ധർവഗീതമുറഞ്ഞൊരു ശില്പത്തിൻ തൽപ്പന്തമായി വിടർന്നു. കാലം നിമിഷ ശലഭങ്ങളായി നൃത്തലോലം വലം വച്ചു നിന്നു, നൃത്തലോലം വലം വച്ചു നിന്നു. ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനയൊരു പൂവിൻ്റെ ജന്മം കൊതിച്ചു, ഒരുവരും അറിയാതെ വന്നു മണ്ണിൽ ഒരു നിശാഗന്ധിയായി കൺ തുറന്നു. പിന്നിലാവിറ്റിറ്റു വീണു കന്നിമണ്ണിലായാരോ ചുരന്ന നറും പാലിലെങ്ങും കരിനിഴൽ പാമ്പിഴഞ്ഞു. പിൻ
ചുരന്ന നിറം പാലിലെങ്ങും കരിനിഴൽ പാമ്പിഴഞ്ഞു. സ്നേഹിച്ചു തീരാത്തൊരാത്മാവിനുൾക്കട ദാഹവുമായവൾ വന്നു, ദാഹവുമായവൾ വന്നു. ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനയൊരു പൂവിൻ്റെ ജന്മം കൊതിച്ചു. ഒരുവരും അറിയാതെ വന്നു മണ്ണിൽ ഒരു നിശാഗന്ധിയായി കൺ തുറന്നു, ഒരു നിശാഗന്ധിയായി കൺ തുറന്നു. താങ്ക് യു ഷൈല. കാലം മാറുന്നു എന്ന ചലച്ചിത്രത്തിന് ശേഷം അധിക ഗാനങ്ങൾ ദേവരാജന് വേണ്ടി ONVക്ക് എഴുതാൻ കഴിഞ്ഞില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം അപ്പോഴേക്ക് കോളേജിൽ ജോലി കിട്ടി ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി കഴിഞ്ഞിരുന്നു. അന്ന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് പാട്ട് എഴുതുന്നതിന് പല വിലക്കുകളും ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ പാട്ടുകൾ എഴുതിയിരുന്നത് തന്നെ ബാലമുരളി എന്നൊരു കള്ളപ്പേരിലാണ് ONV ആ കാലഘട്ടത്തിൽ എഴുതിയിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞു വന്ന ഒരു 1.5 ദശാബ്ദം അത് ഒരു പുതിയ കൂട്ടുകെട്ടിന്, വയലാർ ദേവരാജൻ എന്ന കൂട്ടുകെട്ടിന് വഴിതെളിച്ചു. അവിടെ മലയാള സിനിമാ ഗാനങ്ങളുടെ ഒരു പുതിയ യുഗം ആരംഭിക്കുകയായിരുന്നു. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. പാട്ടിൻ്റെ വഴി ദേവരാജൻ മാസ്റ്റർ അനുസ്മരണത്തിൻ്റെ 2ാം ഭാഗത്തിൽ.